നമ്മുടെ വീട്ടിൽ കുറച്ച് അരിപ്പൊടിയും കുറച്ച് തേങ്ങയും കുറച്ച് ബാക്കി വന്ന ചോറും ഉണ്ടെങ്കിൽ എങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. നല്ലതുപോലെ മുരിഞ്ഞ് ഇതുപോലെ വരുന്ന നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ്. വെൽക്കം ബാക്ക് ടു ഡൽഹി മല്ലു 27. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അരിപ്പൊടി, ചോറ്, തേങ്ങ ചിരകിയത്, ഉപ്പ്, ജീരകം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടത്. ജീരകം നമ്മുടെ നല്ല ജീരകമാണ്, പെരുംജീരകമല്ല, നല്ല ജീരകമാണ് ഉപയോഗിക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു ബൗള് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാനൊരു വലിയ ബൗളിന് ഒരു ബൗൾ അരിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. അത് നമ്മൾ ഏത് ബൗളിനാണോ അരിപ്പൊടി എടുക്കുന്നത് അതേ ബൗളിന് തന്നെ ചോറ് എടുക്കണം, അതേ ക്വാണ്ടിറ്റിയിൽ. അപ്പം ഞാൻ ഈ ഒരു ബൗളിന് ഒരു ബൗൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ഒരു ബൗള് ചോറും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു ബൗൾ ചോറും ഒരു ബൗൾ അരിപ്പൊടി എടുക്കുമ്പം ഈ ബൗളിന് ഹാഫ് ആയിരിക്കണം തേങ്ങ എടുക്കുന്നത്. അര ബൗള് തേങ്ങ, അര ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇപ്പം ഇത് ഞാൻ വലിയ ബൗൾ അരിപ്പൊടി എടുത്തിരിക്കുന്നത് കാരണം ഇത് എനിക്ക് ഒറ്റ ഇതായിട്ട് നമുക്കിതിനെ പൊടിച്ചെടുക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇതിനെ പകുതിയാക്കി 2 ട്രിപ്പായിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. ഈ ബൗളിൻ്റെ പകുതി അരിപ്പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ പകുതി ചോറ്, തേങ്ങ എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ പകുതി, ഒരു ഹാഫ് ടീസ്പൂൺ ജീരകം, കുറച്ച് ഉപ്പെല്ലാം കൂടി ഇട്ടിട്ട് ആദ്യത്തെ ട്രിപ്പ് നമുക്ക് പൊടിച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ടതില്ല, അല്ലാതെ മിക്സിയിൽ നമുക്ക് ഇതിനെ ഒന്ന് കറക്കി നല്ലതുപോലെ പൊടിച്ചെടുക്കണം. അതിനുശേഷം ബാക്കി വന്നത് നമുക്ക് പൊടിച്ചെടുത്തോണ്ട് വരാം. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഒരല്പം പോലും വെള്ളം ചേർക്കാതെയാണ് ഞാനിത് പൊടിച്ചെടുത്തത്. നമ്മുടെ ചോറും തേങ്ങായും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് അരയ്ക്കുന്നത് കൊണ്ട് ഇതിന് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഒട്ടും. അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ അന്നേരം ആദ്യം അരച്ചപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തായിരുന്നു. അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, അത് പൊടിഞ്ഞു പോകുകയല്ല. ബാക്കി ഇവിടെ ഇരിപ്പുണ്ട്. ബാക്കി ജീരകവും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അങ്ങനെ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകം ഇപ്പം ഇത് ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതലാണ്, അത് എടുക്കുന്ന അനുസരിച്ച് വേണം കേട്ടോ. ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മൾ ജീരകം ചേർക്കുന്നത്. പിന്നെ തേങ്ങയും നിങ്ങൾക്ക് കുറച്ച് കൂടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കൂടും. കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. ഇതിന് ചോറും അരിപ്പൊടിയും കറക്റ്റായിരിക്കണം ചേർക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് നമുക്കിതിന് ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക്. എന്നും നമ്മൾ ഈ ചപ്പാത്തിയും പുട്ടും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയും കൂടെ ഒന്ന് മാറ്റി പിടിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഐറ്റമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഒത്തിരി ഇഷ്ടമാകും. ഇതെല്ലാം കൂടി ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഇങ്ങനെ തളിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നമുക്കിതിനെ കുഴച്ചെടുക്കാം. ഒത്തിരി വെള്ളമായി പോലെ കുറേശ്ശെ വെള്ളം പുട്ടിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് പോലെ
ഇങ്ങനെ തളിച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ ഇത് കുഴച്ചെടുക്കാം നമുക്ക്. ഇത് വറുത്തതോ വറുക്കാത്തതോ ആയ അരിപ്പൊടി നമുക്കിതിന് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചോറ്, ഞാനിവിടെ വെള്ള അരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. ചുമന്ന അരിയുടെ ചോറ് വേണേലും നമുക്ക് എടുക്കാം. ജീരകവും തേങ്ങയും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന്. ജീരകം നമ്മൾ ഇതിനൊരു ഫ്ലേവറിന് വേണ്ടി ഇടുന്നതാണ്. അതുപോലെ തേങ്ങ ടേസ്റ്റ് കൂട്ടുന്ന സാധനമാണ്. അതിനു വേണ്ടി അരിപ്പൊടിയുടെയും ചോറിൻ്റെയും അളവ് കറക്റ്റായിരിക്കണം ഇതെടുക്കുമ്പോൾ. അതുപോലെ തന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, കൂടിപ്പോകരുത്. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ല. ഇത് കണ്ടോ, നല്ലതുപോലെ കുഴച്ചിങ്ങനെ എടുക്കണം. ഇതിനെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ കുഴയ്ക്കുന്നത് അതുപോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ തന്നെ കുഴച്ചെടുക്കണം ഇത് കേട്ടോ. ഇനി ഇത് എങ്ങനെയാണ് പരത്തുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കൂട് ഞാൻ കീറി വെച്ചിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള പ്ലാസ്റ്റിക് കൂടായിരിക്കണം, നല്ല കവറായിരിക്കണം എടുക്കേണ്ടത്. ഇതിലേക്ക് നമുക്കൊരു അല്പം എണ്ണ തൂത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ എണ്ണ തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മാവ് നമുക്ക് ചെറിയ ബോൾസ് ആയിട്ട് പിടിക്കാം. ഉണ്ടോ, ഞാൻ ഇത്രയും ഉള്ള ഒരു ബോളായിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ ഒരു ബോള് ഞാനിപ്പോൾ ഈ എണ്ണ തടവിയ പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് കൈകൊണ്ട് പതിയെ നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിനെ പ്രസ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ അടയ്ക്കുക പ്ലാസ്റ്റിക് കൊണ്ട് തന്നെ. അതിനുശേഷം ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് എളുപ്പമാണ് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട്. നല്ല റൗണ്ടിൽ കിട്ടിയിട്ടുണ്ട്. ഇതേ കനത്തിൽ വേണം ഉണ്ടാക്കി എടുക്കാനായിട്ട്. ഒത്തിരി കനം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് പൊങ്ങി വരത്തില്ല. ഒരല്പം കനത്തിൽ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഇത് പൊങ്ങി വരത്തുള്ളൂ. ഇത് കണ്ടോ, ഈ കനത്തിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇതുപോലെ നമുക്ക് ഇത് മുഴുവനും പരത്തിയെടുക്കാം. ഇതിൽ ഇങ്ങനെ എണ്ണ തൂക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിതിൽ ഈ മാവ് വെക്കുമ്പോൾ ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എണ്ണ തൂക്കുന്നത്. എൻ്റെ സൗണ്ടിന് ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ മാറി പതിയെ തണുപ്പൊക്കെ ആയി വരുവാണ്. എല്ലാവർക്കും ചുമയും ജലദോഷവും ഒക്കെയാണ്. ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് അടയുന്നുണ്ട് പറയുമ്പോൾ. ഇത് കണ്ടോ, ഇതുപോലെ ഞാൻ ഇത് മൊത്തം പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിനെ എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുക്കിംഗ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, ഫോർച്യൂൺ. എണ്ണ നല്ലതുപോലെ തിളച്ച് വരട്ടെ. നല്ല ചൂടെണ്ണയിൽ, നല്ലതുപോലെ തിളച്ച എണ്ണയിൽ വേണം ഇത് ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ. കണ്ടോ, ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
തിരിച്ച് മറിച്ച് വിട്ട് ഇതിനെ നല്ലതുപോലെ മുരിച്ചെടുക്കണം. ഇതുപോലെ നമുക്ക് ബാക്കിയും കൂടി ഉണ്ടാക്കിയെടുക്കാം. എണ്ണ നല്ല തിളച്ച എണ്ണയായിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് ഇതുപോലെ പൊങ്ങി വരത്തുള്ളൂ. എണ്ണയ്ക്ക് ചൂടില്ലെങ്കിൽ ഇത് നന്നായി വരില്ല. ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് ഇത് മുഴുവൻ ഇതുപോലെ നമുക്ക് വറുത്ത് കോരിയെടുക്കാം. എപ്പോഴും ഒരേപോലത്തെ ഫുഡ് ഉണ്ടാക്കാതെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകും. ഇതൊക്കെ ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു പലഹാരമാണ്. ഏതെങ്കിലും കറിയുടെ കൂടെ നമുക്ക് കഴിക്കാം. ഈ കറി ഒന്നും ഇല്ലെങ്കിൽ പോലും ഇത് അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. ഇത് കണ്ടോ, എണ്ണ നന്നായിട്ട് തിളച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ആവില്ല കേട്ടോ. അത് ശരിക്കും ശ്രദ്ധിച്ചോണം. നല്ല തിളച്ച എണ്ണയിൽ ഇട്ടെങ്കിൽ മാത്രമേ ഇതിങ്ങനെ പൊങ്ങി വരത്തുള്ളൂ. അങ്ങനെ നമ്മളിത് മുഴുവൻ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്